ഒരു ചിരിയോടെ ഫിറോസ് പുറത്തേക്ക് വന്നു. എന്തൊക്കെ പറഞ്ഞാലും പുലി ഈ കാര്യത്തിൽ പൂച്ചയാകും. ഫിറോസ് ചിരിയോടെ പറഞ്ഞ വണ്ടിയിൽ കയറി. ഇതേ സമയം റൂമിൽ ദേവൻ പിറുപിറുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നേരത്താണാവോ ആ ഫയൽ കൊണ്ടുവരാൻ പറയാൻ തോന്നിയത്. അപ്പോഴാണ് ഫിറോസ് വന്നപ്പോൾ തിരിഞ്ഞു നിന്ന ഗൗരി ഫിറോസ് പോയെന്ന് ഉറപ്പുവരുത്തി ദേവന് നേരെ തിരിഞ്ഞത്. പോയോ? അവൾ ചോദിച്ചു. പോയി. നിങ്ങൾക്കാകെ വഷളായി അല്ലേ? അവൾ നിരാശയോടെ തലതാഴ്ത്തി ചോദിച്ചു. അയ്യേ, എന്തിന്? അവൻ പറഞ്ഞത് കേട്ടോ, എൻ്റെ ബോഡി അടിപൊളിയാണെന്ന്. അവൾക്ക് അത് കേട്ടതും നാണം വന്നു. ആണോ? അവൻ അവളോട് ചോദിച്ചു. എന്ത്? അവൾ തലതാഴ്ത്തിക്കൊണ്ട് ഒന്നും മനസ്സിലാവാത്ത പോലെ അവനോട് ചോദിച്ചു. അല്ല, എൻ്റെ ഈ ശരീരം. അവൻ അവളുടെ അടുത്തേക്ക് കൂടുതൽ അടുത്ത് ചെന്ന് ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞിട്ടാവണം അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അവൾ പതിയെ പിന്നിലേക്ക് മാറി. പെട്ടെന്ന് ദേവൻ അവളുടെ കൈകൾ പിടിച്ചു നിർത്തി. നിക്കടോ എൻ്റെ ഭാര്യയെ, പറ, എൻ്റെ ശരീരം എങ്ങനെയുണ്ട്? അയ്യേ, ഈ മനുഷ്യൻ, ഗൗരി ചമ്മലോടെ പറഞ്ഞു. ആ, എങ്കിൽ ശരി, നീയത് പറയാതെ പോവില്ല. ദേവൻ അവളെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, നിങ്ങൾ വിട്, ഞാൻ പോട്ടെ. അവൾ കണ്ണുകൾ താഴ്ത്തി പറഞ്ഞു. ആ, അങ്ങനെ പോവാൻ പറ്റില്ല. പറ, ഞാൻ എങ്ങനെ? നിങ്ങൾ സൂപ്പറാണ്, അവൾ കുതറിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരം? അയ്യോ, പറ ഭാര്യയെ, നിൻ്റെ നാവിൽ നിന്നും കേൾക്കാൻ ഞാൻ കൊതിക്കുന്നുണ്ട്. ഷോ, എന്താ ഇത്, കഷ്ടമുണ്ട് കേട്ടോ, അവൾ കിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. പറ. നിങ്ങൾ സൂപ്പറാണ്, നിങ്ങളുടെ ശരീരവും. ശരിക്കും? അവൻ അവളെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, അതെ. എന്നാൽ എൻ്റെ ഭാര്യ എൻ്റെ ഇടനെഞ്ചിലൊരു ഉമ്മതാ. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. പോയേ, അവനോട് പറഞ്ഞു. തരാതെ വിടില്ല, താ. അവൾ നാണം കൊണ്ട് ചുവന്നു. ദേവനേക്കാൾ ഉയരം വല്ലാതെ കുറവായതുകൊണ്ട് ഗൗരി കാലുകൾ നിലത്തു നിന്നും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ ഇടനെഞ്ചിൽ ഒരു ഉമ്മ കൊടുത്തു. അവൾ നാണം കൊണ്ട് ചുവന്നു. അവളുടെ താഴ്ന്ന ശിരസിനെ അവൻ അവൻ്റെ മുഖത്തോട് ഉയർത്തി അവളോടായി ചോദിച്ചു. ഞാനും ഇതുപോലൊരു ഉമ്മ തരട്ടെ? അവളൊന്ന് ഞെട്ടി. വേണ്ട. അവൾ കൈകൾ കൊണ്ട് അവളുടെ നെഞ്ചിനെ മറച്ചു. ഇത് കണ്ടതും ദേവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ പൊന്നു ഭാര്യയെ, ഞാൻ നിൻ്റെ കവളിലാണ് ചോദിച്ചത്. ദേവൻ ചിരി നിർത്താൻ കഴിയാതെ പറഞ്ഞു. അയ്യോ, ഞാൻ വിചാരിച്ചു. ഒരു വിളറിയ ചിരിയോടെ ഗൗരി അവനെ നോക്കി. ശരി ശരി, ഇപ്പോൾ വാ. എന്ത്? നിൻ്റെ കവളിൽ എനിക്ക് ഉമ്മ വെക്കണം. അവൾ ചിരിയോടെ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. ഏതാനും നേരം കഴിഞ്ഞതും ചുംബനം കിട്ടാതെയായപ്പോൾ അവൾ കണ്ണു തുറന്നു നോക്കി. അവിടെ അവൾക്ക് മുന്നിൽ ചിരിയടക്കി നിൽക്കുന്ന ദേവനെ കണ്ടതും അവളുടെ മുഖം ചുളിഞ്ഞു. കളിയാക്കിയതാണല്ലേ? അവൾ ചിണുങ്ങി ചോദിച്ചു. ദേവൻ ഒരു കുടം ചുംബനം അവളുടെ കവളിൽ സമ്മാനിച്ചുകൊണ്ട് വസ്ത്രമിടാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അന്ന് വൈകിട്ട് ദേവൻ ഒരുപാട് നേരം ഓഫീസ് ഫയലുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു. ഗൗരിയും ഒരുപാട് പഠിക്കാനുള്ള തിരക്കിലുമായിരുന്നു. നേരം 12 മണി കഴിഞ്ഞ് റൂമിലെത്തിയ ദേവൻ ഗൗരി ഇരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. അവൻ അവളെ ഇരുകൈയിലും കോരിയെടുത്ത് ബെഡിൽ കിടത്തി. അവളും അവനെ ചേർത്ത് പിടിച്ചു. പകുതി ബോധം അവൾക്കുണ്ടായിരുന്നു. നിങ്ങളും കിടക്ക്, അവൾ ദേവൻ്റെ താടിയിൽ പതിയെ മസാജ് ചെയ്ത് പറഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും അവൾ ഉറങ്ങിയിരുന്നു. ദേവൻ ലൈറ്റ് ഓഫ് ചെയ്ത് AC സ്പീഡ് കൺട്രോൾ ചെയ്ത് കിടന്നു. അവളോട് ചേർന്ന് കിടക്കാൻ മനസ്സ് പറയുന്നുണ്ട് എങ്കിലും എന്തോ ദേവന് അവൾ ചെറിയ കുട്ടിയാണെന്ന് തോന്നിപ്പോകുകയാണ്. പ്രായമുണ്ടെങ്കിലും ശരീരം കണ്ടാൽ തീരെ പ്രായം തോന്നിക്കില്ല. അതുകൊണ്ട് ഇടയ്ക്ക് തീപ്പെട്ടിക്കൂടിൻ്റെ കനം പോലും ഇല്ലെന്ന് പറഞ്ഞ് ദേവൻ കളിയാക്കുന്നത്. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഗൗരി തന്നെയാണ് നേരത്തെ എഴുന്നേറ്റത്. എഴുന്നേറ്റ ഉടൻ അവൾക്ക് വല്ലാത്ത ദാഹമുണ്ടായിരുന്നു. അവൾ വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുത്തെങ്കിലും അതിൽ വെള്ളമുണ്ടായിരുന്നില്ല. അവൾ അവിടെ നിന്നും ആ നൈറ്റ് ഡ്രസ്സിൽ താഴേക്ക് ചെന്നു. അപ്പോഴാണ് ദേവികയുടെ റൂമിൽ നിന്നും പമ്മി പതുങ്ങി ഇറങ്ങി വരുന്ന ആര്യയെ അവൾ കണ്ടത്. അവളൊരു സംശയത്തോടെ അവളെ ശ്രദ്ധിച്ചു. ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്? അവളുടെ കയ്യിൽ ഒരു ബോക്സ് ഉള്ളതായും ഗൗരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആര്യ തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങിയതും ഗൗരി മറവിലേക്ക് മാറി നിന്നു. അതുകൊണ്ട് തന്നെ ആര്യ അവളെ കണ്ടതുമില്ല. ഇവളൊരു കള്ളിയാണോ? ഗൗരിയിൽ പല സംശയങ്ങളും ഉടലെടുത്തു. ദേവിക മൈസൂരിൽ നിന്നും ഇന്ന് ഉച്ചയ്ക്കാണ് ബാംഗ്ലൂരിൽ എത്തുകയുള്ളൂ. അതുകൊണ്ട് റൂം ജോലിക്കാരിൽ ആരോ ഓപ്പൺ ചെയ്ത് പോയതാണെന്ന് ഗൗരിക്ക് മനസ്സിലായി. ആര്യ പോയെന്നുറപ്പിച്ചതും ഗൗരി അവിടെ നിന്നും ദേവൻ്റെ റൂമിലേക്ക് പോയി.
അവളൊരു നീണ്ട ആശങ്കയിലായി. ഇത് ദേവനോട് പറയണോ? എന്താ ചെയ്യുക? അല്ലെങ്കിൽ വേണ്ട, സമയമുണ്ടല്ലോ. ആൻറ്റിക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ ആൻറ്റി ഒരു സെർച്ച് നടത്തും. അപ്പോൾ അവളെ പിടിച്ചോളും. ഞാനായിട്ട് ആരെയും ഒറ്റാൻ പോകണ്ട. അല്ലെങ്കിൽ ആ പെണ്ണിനെ എന്നെ കാണുമ്പോൾ ചെകുത്താൻ കുരിശ് കണ്ടതുപോലെയാണ്. ഈ ആലോചനയ്ക്കിടയിൽ ദേവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി 1-2 തവണ അവളെ വിളിച്ചെങ്കിലും ചിന്തയിലായിരുന്ന ഗൗരി അതൊന്നും അറിഞ്ഞതുകൂടെ ഉണ്ടായിരുന്നില്ല. അവസാനം ദേവൻ അവളെ കുലുക്കി വിളിച്ചപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അവൾ ഞെട്ടലോടെ ദേവനെ നോക്കി. എന്താ എൻ്റെ ഭാര്യയെ ഇത്ര ആലോചന? അല്ല, രാവിലെ തന്നെ എങ്ങോട്ടാണ് പോയത്? ദേവൻ തലതോർത്തിക്കൊണ്ട് ചോദിച്ചു. ഞാൻ വെള്ളമെടുക്കാൻ. ചെല്ല്, കുളിക്കുന്നില്ലേ? അവളൊരു കിണുക്കത്തോടെ ദേവനെ നോക്കി. അതെ. എന്താ? ഇന്ന് കോളേജിൽ പോണോ? പിന്നെ പോവാതെ. ഇന്ന് പോവണ്ട. തനിക്കല്ലായിരുന്നോ കോളേജിൽ പോവാൻ വാശി? എന്നിട്ട് ഇപ്പം പോവാണ്ടാന്നോ? അതെ. അവളൊരു കള്ളച്ചിരിയോടെ അവനെ വിളിച്ചു. എന്താ? നിങ്ങളും ഇന്ന് ഓഫീസിൽ പോകണ്ട. പിന്നെ നമുക്ക് പുറത്തു പോവാം. ദേവൻ അവളുടെ അടുത്തേക്കിരുന്നു. എങ്ങോട്ടാ പോണ്ടേ? നമുക്കിന്ന് സിനിമയ്ക്ക് പോകാം. ദേവനൊന്ന് ആലോചിച്ചുകൊണ്ട് അവളെ നോക്കി. പോകാം, പക്ഷേ സിനിമ ഞാൻ സെലക്ട് ചെയ്യും. ആ, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാ ഒരുങ്ങിക്കോ. രാവിലെ മുതൽ ഇന്ന് നൈറ്റ് വരെ ഫുൾ കറക്കം. എന്താ, ഓക്കെ അല്ലേ? അവൾ ചിരിയോടെ പറഞ്ഞു. എന്നാ റെഡിയാവ്. അവൾ വേഗം കുളിക്കാനായി പോയി. എന്നാൽ ഇതെല്ലാം ദേവൻ്റെ റൂമിൻ്റെ പുറത്തു നിന്നും ആര്യ ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, പുറത്തു പോകാനുള്ള പ്ലാനാണോ? ശരിയാക്കി തരാം. ഒരുങ്ങിയിറങ്ങിയ ദേവനെയും ഗൗരിയെയും പിന്നിൽ നിന്നും വിളിച്ചുകൊണ്ട് ആര്യ ഓടിയെത്തി. നിങ്ങൾ പുറത്തു പോവാണോ? അവൾ ചോദിച്ചു. അതെ, എന്താ? ദേവൻ നീരസത്തിൽ ചോദിച്ചു. ഞാനുമുണ്ട്. ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു. ഗൗരി തലകൊണ്ട് വേണ്ട എന്ന ഭാവത്തിൽ പറഞ്ഞു. ദേവനും അവളുമായി പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇല്ല, ഞങ്ങൾ വൈകിയേ വരൂ. ആ, എനിക്ക് കുഴപ്പമില്ല. നീ ശിവൻ്റെ കൂടെ പോയിക്കോ, ഞങ്ങൾ വേറെ വഴിക്കാണ്. സാരല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളുടെ സംസാരം കേട്ട് ദേവന് ദേഷ്യം ഇരച്ചു കയറി. ശരി, ആ റെഡ് കാറിൽ ചെന്നിരിക്കെ, ഞങ്ങൾ ദാ വരുന്നു. ഓക്കെ. അവളൊരു ഗൂഢച്ചിരിയോടെ കാറിൽ കയറി ഇരിക്കാൻ പോയി. അപ്പോഴേക്കും ഗൗരിയുടെ മുഖം വാടി. ദേവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്താടാ? ഒന്നുമില്ല. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. അയ്യേ, എന്തിനാ എൻ്റെ ഭാര്യ വിഷമിക്കുന്നത്? ഞാൻ അവളെ നമ്മുടെ കൂടെ കൊണ്ടുപോകത്തൊന്നുമില്ല. പിന്നെ അവളെ ശിവൻ കൊണ്ടുപോയിക്കോളും. അവളൊന്ന് ചിരിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്കും ഈ കുശുമ്പൊക്കെ ഉണ്ട് അല്ലേ? ഒരു ചിരിയോടെ ദേവൻ ചോദിച്ചു. അവൾ ദേവൻ്റെ നെഞ്ചിൽ പതിയൊന്ന് കുത്തി. ഇതേ സമയം ആര്യ കാറിൻ്റെ അടുത്ത് നിന്ന് വലിയ ചിന്തയിലായിരുന്നു. എവിടെയിരിക്കും? ദേവനാവും കാർ ഓടിക്കുക. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ ഇരിക്കണം. ആ പെണ്ണ് വേണേൽ പിന്നിലെങ്ങാനും ഇരിക്കട്ടെ. അവൾ കാറിൽ കയറി ഇരുന്നതും പെട്ടെന്ന് കാർ ലോക്കായി. എന്താ ഇത്? അപ്പോഴാണ് അവൾക്ക് പിന്നിൽ നിന്നും മറ്റൊരു കാറിൽ ദേവനും ഗൗരിയും കയറിയത് അവൾ കണ്ടത്. അവൾ വാതിൽ തുറക്കാൻ നോക്കിയെങ്കിലും അത് ലോക്കായിരുന്നു. ദേവൻ ഗേറ്റിനടുത്ത് എത്തിയതും കാറ് അൺലോക്കാക്കിയ ശേഷം കീ സെക്യൂരിറ്റിക്ക് നേരെ എറിഞ്ഞു. അദ്ദേഹം അത് കറക്റ്റായി പിടിച്ചു. അപ്പോൾ രണ്ടും കൂടെ എന്നെ. ആര്യയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. പെട്ടെന്നാണ് കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ശിവൻ കാറ് ഡ്രൈവ് ചെയ്യാനായി ഇരുന്നത്. ഡോ, താനേതാടോ? മേഡം, ഞാനീ കാറിൻ്റെ ഡ്രൈവറാണ്. അതിന്? മേഡത്തിന് എങ്ങോട്ടാ പോകാനുള്ളത്? ദേവൻ സാർ പറഞ്ഞായിരുന്നല്ലോ. അതിന് ഞാൻ അവരുടെ കൂടെ പോകണമെന്നല്ലേ പറഞ്ഞത്? അത് നടക്കില്ല മേഡം. അവർ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ എപ്പോഴെങ്കിലേ പുറത്തു പോകൂ. പോരാത്തതിന് അവർക്ക് അവരുടേതായ പ്രൈവസിയുമുണ്ട്. മേഡത്തിന് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. എനിക്ക് തൻ്റെ കൂടെ പോകണ്ടെങ്കിലോ? അവൾ ദേഷ്യത്തിൽ ചോദിച്ചു. എങ്കിൽ മേഡം പോകണ്ട, വീട്ടിലേക്ക് തന്നെ പോയിക്കോളൂ. പോകണമെങ്കിൽ ഇപ്പോൾ പറയണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഇറങ്ങിപ്പോകും. ഇവിടുത്തെ ഡ്രൈവർ പോലും അവളെ പുച്ഛത്തോടെ സംസാരിക്കുന്നത് അവൾക്ക് അരിശം കൊള്ളിച്ചു. നാശം, അവൾ പിറുപിറുത്തു. മേഡം എന്താണെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കേ, എനിക്ക് വേറെ പണിയുണ്ട്. വണ്ടി എടുക്കണോ? അവൾ അരിശത്തിൽ പറഞ്ഞു. അദ്ദേഹം വണ്ടി എടുത്തു. മേഡം എങ്ങോട്ടാ? ഗുജറാത്തിലേക്ക്. അവൾ ദേഷ്യം ഒരു പൊടിക്ക് കുറയാതെ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഡ്രൈവർ ഫോൺ ഓണാക്കി ഗൂഗിൾ മാപ്പ് എടുത്ത് ഗുജറാത്ത് എന്ന് സെർച്ച് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു. ഡോ, താനെ എന്തായി ചെയ്യുന്നത്? മേഡം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. എങ്ങോട്ട്? ഗുജറാത്തിലേക്ക്. ഇവിടെ നിന്നും കുറേ ഉണ്ട്, സാരമില്ല. ഡോ, കളിക്കാൻ നിൽക്കരുത്. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. ഓഹോ,
ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയില്ല മാഡം, അവൻ അവളെ നോക്കി പറഞ്ഞു. ഇതേ സമയം ദേവൻ്റെ കാറിലെ റേഡിയോയിൽ ഡ്രൈവറും ആര്യയും തമ്മിലുള്ള വഴക്ക് ലൈവായി കേൾക്കാൻ പറ്റുമായിരുന്നു. ഇത് കേട്ട് ഗൗരിയും ദേവനും ചിരിച്ചുകൊണ്ടിരുന്നു. ഡോ, വണ്ടി നിർത്തടോ, അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. ഇല്ല മാഡം, ഇനി ഗുജറാത്ത് എത്തുമ്പോൾ അറിയിക്കാം, മാഡം ഉറങ്ങിക്കോളൂ. ഡോ, ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. ഇതെങ്ങാനും ദേവൻ അറിഞ്ഞാൽ നിന്നെ പിന്നെ ജോലിയിൽ നിർത്തില്ല. അവൾ ദേവൻ്റെ പേര് പറഞ്ഞത് അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ നോക്കി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ദേവന് കോൾ കണക്ട് ചെയ്ത് ബ്ലൂടൂത്ത് സെറ്റ് ചെയ്തു. സാർ, ഞാൻ ഹരിയാണ്. ആ പറയൂ ഹരി. സാർ, മാഡം ഗുജറാത്തിലേക്ക് എന്ന് ആദ്യം പറഞ്ഞു. ഇപ്പോൾ മാഡം എന്നെ ചീത്ത വിളിക്കുകയാണ്. മാഡം പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്നും ഞാനായിരിക്കും പറഞ്ഞു വിടുക. നമ്മുടെ വീട്ടിലെ ഗസ്റ്റാണ് അവൾ. അവൾക്കൊരു കുറവും വരുത്താതെ നോക്കേണ്ടത് നിൻ്റെയൊക്കെ ഉത്തരവാദിത്തമാണ്, ദേവൻ പറഞ്ഞു. അത് പറഞ്ഞ് ആര്യ എന്തോ പറയാൻ നിന്നതും ദേവൻ ഫോൺ കട്ട് ചെയ്തു. മാഡം, സാർ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് ഗുജറാത്തിൽ എത്തിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൾ അവൻ്റെ സംസാരം കേട്ട് ദേഷ്യമടക്കാൻ പറ്റാതെ അവൻ്റെ കരണം നോക്കി ഒന്നു കൊടുത്തു. പെട്ടെന്ന് സ്റ്റിയറിംഗ് കയ്യിൽ നിന്നും വിട്ട് കാറൊരു മരത്തിൽ ചെന്നിടിച്ചു. ഡ്രൈവറുടെ തലമുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അദ്ദേഹം മയങ്ങുകയും ചെയ്തു. എന്നാൽ കറക്റ്റ് ടൈം ആര്യയുടെ എയർ ബാഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. പക്ഷേ അധികം വൈകാതെ അവളുടെ ബോധവും പോയി.